വചനസാരം വചനസാരം. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭാ മാതാവിനോട് ചേർന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നമ്മൾ ധ്യാനിക്കുമ്പോൾ അധ്വാനിച്ച് ഒന്നും ലഭിക്കാതെ നിരാശയോടെ ആയിരിക്കുന്ന ശിമയോൻ പത്രോസിൻ്റെയും കൂട്ടുകാരുടെയും അടുത്തേക്ക് ഈശോ കടന്നു ചെന്ന് ഈശോ പറഞ്ഞതനുസരിച്ച് അവർ വല വീശുമ്പോൾ സമൃദ്ധിയോടെ അവർ ജോലി കഴിഞ്ഞ് തിരികെ വരുന്ന സംഭവം നമ്മൾ കാണുകയാണ്. ഈശോയുടെ ഇഷ്ടപ്രകാരം സഞ്ചരിക്കുവാൻ, ജോലി ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ വേണ്ടി ശിമയോൻ പത്രോസും കൂട്ടുകാരും തയ്യാറായപ്പോൾ അവരുടെ ജീവിതത്തിൽ സമൃദ്ധി ഉണ്ടായി. മുക്കുവനായിരിക്കെ കടലിനെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നിട്ടും ഈശോ പറഞ്ഞ ഒറ്റ വാക്കിൽ അവർ വലയിറക്കുവാൻ വേണ്ടി തയ്യാറായപ്പോൾ അവരുടെ ജീവിതത്തിൽ അന്നത്തെ ദിവസത്തിൽ അവർക്ക് സമൃദ്ധി ഉണ്ടായി. ദൈവമാണെന്ന്, ഈശോ ദൈവമാണെന്ന് മനസ്സിലാക്കി അവൻ്റെ വാക്ക് കേൾക്കുവാൻ വേണ്ടി അവർ തയ്യാറായപ്പോൾ ഉണ്ടായ മാറ്റമാണത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈശോ ദൈവമാണെന്ന് തിരിച്ചറിയാം. ദൈവത്തിന് നമ്മുടെ ഇല്ലായ്മകളിൽ സമൃദ്ധി നൽകുവാൻ വേണ്ടി സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ദൈവഹിതപ്രകാരം ഈശോ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹത്തിൻ്റെ, വിശുദ്ധിയുടെ സമൃദ്ധി ഉണ്ടാവും. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തിരുസഭാ മാതാവിനോട് ചേർന്ന് നമ്മൾ കൊൽക്കത്തയിലെ വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരമ്മ, രോഗികളെ, കുഷ്ഠരോഗികളെ ശുശ്രൂഷിച്ച് തൻ്റെ ജീവിതം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ശുശ്രൂഷയിൽ ജീവിതം മാറ്റിവെച്ച ഒരമ്മ. എന്തിനേക്കാളുപരി ഈശോയെ സ്നേഹിച്ചുകൊണ്ട് തെരുവിലായിരുന്ന രോഗികളിൽ ഈശോയെ കണ്ടുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി ആ അമ്മക്ക് സാധിച്ചപ്പോൾ ഈശോയുടെ ദിവ്യപ്രകാശം ആ അമ്മയുടെ മുഖത്തുണ്ടായി. നമുക്കും ആ അമ്മയെപ്പോലെ മറ്റുള്ളവരിൽ ഈശോയെ കാണുവാൻ, മറ്റുള്ളവരെ ശുശ്രൂഷയോടുകൂടി നമ്മൾ നോക്കിക്കാണുവാൻ, സ്നേഹത്തോടുകൂടി നോക്കിക്കാണുവാൻ, കരുണയോടുകൂടി നോക്കിക്കാണുവാൻ വേണ്ടി ഈ അമ്മയുടെ വലിയ വിശുദ്ധിയുടെ തിരുനാൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വചനസാരം വചനസാരം.